നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബാക്ക് പെയിൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ബാക്ക് പെയിൻ. ബാക്ക് പെയിൻ പലവിധം പല കാരണങ്ങൾ കൊണ്ടുണ്ട്. അപ്പോൾ കോമൺ ആയിട്ടുള്ള നമ്മൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബാക്ക് പെയിൻ സൊല്യൂഷൻസ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതുകൂടാതെ ഏറ്റവും കൂടുതൽ ആൾക്കാരെന്നോട് റിക്വസ്റ്റ് ചെയ്ത സയാട്ടിക്ക എന്ന് പറയുന്ന ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സ്പെഷ്യൽ ടെക്നിക്ക് കൂടി ഇന്ന് ഞാൻ പറഞ്ഞു തരും. ഞാൻ ഡോക്ടർ അഖില വിനോദ്, നാച്ചുറോപ്പതി ഡോക്ടർ, യോഗ തെറാപ്പിസ്റ്റ്, പാലാരിവട്ടം. നമുക്ക് ഡെമോൺസ്ട്രേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു പല ടൈപ്പ് ഓഫ് ബാക്ക് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് അക്യൂട്ട്, സബ് അക്യൂട്ട്, ക്രോണിക് എന്ന് പറഞ്ഞിട്ടുള്ള 3 വിഭാഗം ബാക്ക് പെയിൻ ഉണ്ട്. അതിനകത്ത് ഈ അക്യൂട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് വരും, പോവും, അത് 2 ദിവസം ചിലപ്പോൾ നിൽക്കും. അതുപോലെ തന്നെ സബ് അക്യൂട്ട് എന്ന് പറയുന്നത് അതും അതുപോലെ തന്നെ പെട്ടെന്ന് വരും, ചിലപ്പോൾ അത് ലാസ്റ്റ് ചെയ്യുന്നത് ഒരാഴ്ചയോളം അല്ലെങ്കിൽ 2 ആഴ്ചയോളം നിൽക്കുന്നതിനെയാണ് സബ് അക്യൂട്ട് എന്ന് പറയുന്നത്. അതേസമയം ക്രോണിക് ആവട്ടെ കാലങ്ങളോളം, മാസങ്ങളോളമുള്ള ബാക്ക് പെയിനെയാണ് ക്രോണിക്. അങ്ങനെ 3 രീതിയിലാണ് ഈ ബാക്ക് പെയിനെ തരംതിരിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ഒത്തിരി കാരണങ്ങൾ കൊണ്ടാണ് ഈ ബാക്ക് പെയിൻ വരുന്നത്. അതിനകത്ത് നെർവിൻ്റെ പ്രശ്നമാവാം, സ്പൈനൽ കോഡിൻ്റെ പ്രശ്നമാവാം, അതുപോലെ തന്നെ ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന് പറയും, ആ ഡിസ്കിൻ്റെ ഉള്ളിലുള്ള പ്രശ്നമാവാം, ഡിസ്ക് ബൾജിനുള്ള പ്രശ്നങ്ങളാവാം, അതുപോലെ മസിൽ, ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സ്പൈനിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന മസിലിലുള്ള ഇഞ്ചുറീസ് ആവാം, ആക്സിഡൻസ് കൊണ്ട് പല പ്രശ്നങ്ങളുണ്ടായത് സ്പൈനിലും മസിലിലും ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ടാവും, ഏജിങ്, അതായത് നമ്മൾ പ്രായമാവും തോറും ഉള്ള നമ്മളുടെ മസിലിലുള്ള മാറ്റങ്ങളും, ഇതെല്ലാം നമ്മളുടെ ഈ ബാക്ക് പെയിനിന് കാരണമാവാറുണ്ട്. അതുകൂടാതെ നമ്മുടെ കിഡ്നി ആയിട്ടുള്ള ഇങ്ങനത്തെ ഉള്ള ഇൻറ്റേർണൽ ഓർഗൻസിൽ വരുന്ന ചില പ്രശ്നങ്ങൾ റേഡിയേറ്റ് ചെയ്ത് നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇതിനകത്ത് എല്ലാത്തിനും ഉള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്ന ഇതിലേക്ക് കിടക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ട്, അതായത് എന്ത് ബാക്ക് പെയിനിനെയും നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്ന കുറച്ച് സ്ട്രെച്ചസ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ മെസ്സേജസ് വരാറുണ്ട്. അതായത് ഡോക്ടറെ, എനിക്ക് എന്ന് പറയുന്നത് ഞാൻ അനങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. അപ്പം ഞാൻ എങ്ങനെ ഈ ഡോക്ടർ കാണിക്കുന്ന ഈ യോഗ പോസ്റ്റേഴ്സൊക്കെ എനിക്ക് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടാണ് തോന്നാറ്. അപ്പം ഞാൻ എങ്ങനെ ഇതൊക്കെ ചെയ്യും? അതുപോലെ തന്നെ ചില ആൾക്കാർ പറയും എനിക്ക് ബെഡിൽ നിന്ന് തന്നെ എഴുന്നേക്കാനായിട്ട് സാധിക്കുന്നില്ല, അപ്പം ഞാൻ എങ്ങനെ ഒരു മാറ്റിലേക്ക് വന്നൊക്കെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പല പല വിഷമങ്ങൾ ആൾക്കാരെന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്, നിങ്ങളുടെ ബെഡിൽ പോലും കിടന്ന് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ബെഡിൽ എഴുന്നേറ്റ് ഇരിക്കാവുന്ന ഒരാൾക്ക് ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ടുള്ള യോഗ പോസ്റ്റേഴ്സ് ഞാൻ ആദ്യം കാണിക്കും. അതിന് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ചെയ്യാവുന്ന സ്പൈൻ സ്ട്രെങ്തനിങ് എക്സസൈസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു സെറ്റായിട്ട് ഞാൻ കാണിക്കും. അതിനുശേഷം സയാട്ടിക്ക എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന് ചെയ്യുന്ന കുറച്ച് ടെക്നിക്സും പറഞ്ഞുതരും. അപ്പോൾ അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് വളരെ എളുപ്പമായിട്ടുള്ള ഒരു സ്പൈൻ റിലാക്സിങ്, അതായത് മസിൽസിനെയൊക്കെ ഒന്ന് ലൂസൻ ചെയ്ത് ചെയ്യുന്ന കുറച്ച് വളരെ ഈസി ആയിട്ടുള്ള എൽഡർലി ആൾക്കാർക്ക് പോലും ചെയ്യാവുന്ന ഈസി ആയിട്ടുള്ളതിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു വാൾ സപ്പോർട്ടിങ് പൊസിഷനിലേക്ക് പോവാം. അപ്പം നിങ്ങളുടെ എല്ലാവരും വീട്ടിൽ ചുമരുണ്ടല്ലോ. അപ്പം നമുക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ബോഡി കൊണ്ട് ഒരു 7 ഡിജിറ്റ് 7 എങ്ങനെ ഉണ്ടാക്കാം എന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വാളിലേക്ക് തിരിഞ്ഞു നിന്ന് കൈകൾ ഇതുപോലെ 1 ആം ഡിസ്റ്റൻസിൽ വയ്ക്കുക. അതിനുശേഷം വളരെ സാവധാനം നിങ്ങൾ സ്റ്റെപ്പ് ബാക്ക്. അതിനുശേഷം നമ്മളുടെ നടു നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് താഴത്തേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അന്നേരം നിങ്ങളുടെ ഈ കൈ വയ്ക്കുന്നതും തലയും ഒരേ അലൈൻമെൻറ്റിലായിരിക്കണം. അതായത് ഈ തലയുടെ അല്ലെങ്കിൽ ചെവിയുടെ 2 വശങ്ങളിലൂടെ ആയിരിക്കണം നിങ്ങളുടെ കൈ പോകേണ്ടത്. നിങ്ങളുടെ മുഖം ഫ്ലോറിലേക്ക് നോക്കിക്കൊണ്ട്, അതുപോലെ തന്നെ കാലുകൾ ചേർത്ത് വയ്ക്കുക, അതുപോലെ ശ്വാസം വിടുക. ശേഷം കുറച്ച് നേരം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, നിങ്ങളുടെ സ്പൈൻ മസിൽസ് സ്ട്രെച്ച് ആവുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ശേഷം വളരെ സാവധാനം സാധിക്കുമെങ്കിൽ ഇങ്ങനെ നമ്മളുടെ ഹിപ്പിനെ ഒന്ന് ഉള്ളിലേക്ക് എടുത്ത് മുകളിലേക്ക് നോക്കുക. ശേഷം ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും
ഭൂമിയിലേക്ക് നോക്കുക. ഇതേപോലെ നിങ്ങൾക്കൊരു 5 10 തവണ എല്ലാ ദിവസവും ഒരു 5 തവണയെങ്കിലും ഇതുപോലെ സ്ട്രെച്ച് ചെയ്യാം. വേറെ ഒന്നും സാധിക്കില്ലെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് നമ്മളുടെ ഈ ഒരു നടു ആ ഒരു മസിൽസിൻ്റെയൊക്കെ ഒരു കോൺട്രാക്ഷനും റിലാക്സേഷനും നടക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ എല്ലാ ദിവസവും ഇത് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ പലരും പേടിച്ചിട്ട് ഒരു എക്സസൈസ് ചെയ്യാത്തവരുടെ ഒരവസ്ഥ എന്ന് പറയുന്നത് നമ്മളുടെ യൂസ് ചെയ്യാത്ത ഒരു മിക്സി അല്ലെങ്കിൽ ഒരു ഗ്രൈൻഡറിൻ്റെ അവസ്ഥയായിരിക്കും. അതായത് കാലങ്ങളോളം ഉപയോഗിക്കാതെ ഇരുന്ന് നമ്മൾ ഇതെല്ലാം ഒന്ന് ഓണാക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഒരു കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശബ്ദം പോലെ, അതേപോലെയായിരിക്കും നിങ്ങളുടെ ബോഡിയുടെ അവസ്ഥ. ഉപയോഗിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ മസിൽസ് ഒന്നും നിങ്ങൾ പിന്നെ പറഞ്ഞാൽ കേൾക്കാതെയാവും. അപ്പോൾ അതുകൊണ്ട് എത്ര റെസ്ട്രിക്റ്റഡ് ആണെങ്കിലും ചെറുതായിട്ട് നിങ്ങളുടെ മൂവ്മെൻറ്റിന്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ചെയ്തേ പറ്റുള്ളൂ. ആ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയെങ്കിലും ഇത്രയും ഒരു എളുപ്പമായിട്ടുള്ളൊരു സ്ട്രെച്ചസ് എങ്കിലും ദിവസത്തിൽ ഒരു 5 6 തവണയെങ്കിലും നിങ്ങൾ അങ്ങോട്ട് നടക്കുമ്പോഴും ഇങ്ങോട്ട് നടക്കുമ്പോഴും ഒരു ചുമരുണ്ടാവുമെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യാനായിട്ട് ഇത് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ സെറ്റ് ഓഫ് എക്സസൈസിലേക്ക്, അതായത് ബാക്ക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള എക്സസൈസിലേക്ക് കടക്കാം. സ്പൈൻ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എന്തൊരു ബാക്ക് പെയിനും ആയിക്കോട്ടെ, പറഞ്ഞ പോലെ ഒരു ബെഡ് റിഡൻ കേസ് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ചെയ്യാവുന്ന രണ്ടാമത്തെ സെറ്റ് ഓഫ് എക്സസൈസസ് ബേബി കോബ്ര പോസ്, അതായത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ഭുജംഗാസന അല്ലെങ്കിൽ ബേബി കോബ്ര പോസ് നമ്മൾ പറയും. അതിനകത്ത് നമ്മൾ കമിഴ്ന്ന് കിടക്കുക. അതിനുശേഷം കൈകൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക 2 സൈഡിലും. അതിനുശേഷം നമുക്ക് പറ്റാവുന്ന ഒരു ഡിസ്റ്റൻസിൽ നമ്മളിങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഇപ്പം നടുവിൻ്റെ ഈ മസിൽസും അതുപോലെ സ്പൈനും നന്നായിട്ട് സ്ട്രെച്ച് ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് എക്സേൽ, വീണ്ടും ഇൻഹേൽ, എക്സേൽ. ഇങ്ങനെ ഒരു 5 തവണ ചെയ്യാം. അതിനുശേഷം നമ്മളുടെ കൈമുട്ട് ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കുറച്ച് നേരം സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അതിനുശേഷം എക്സേൽ ചെയ്തുകൊണ്ട് നമ്മുടെ ചിൻ ടു ചെസ്റ്റ് മുട്ടിക്കുക. ഇൻഹേൽ സ്ട്രെച്ച്, എക്സേൽ ഡൗൺ. അതിനുശേഷം മകരാസന, ഇങ്ങനെ വളരെ റിലാക്സ്ഡ് ആയിട്ട് കുറച്ച് നേരം വിശ്രമിക്കുക. അതിനുശേഷം നമ്മളുടെ കൈകൾ 2 സൈഡിലേക്കും കൊണ്ടുവന്നതിന് ശേഷം ചിന്നിങ്ങനെ ഇതുപോലെ മുട്ടിക്കുക. നമ്മളുടെ ഒരു കാല് പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുക. അതുപോലെ തന്നെ മറ്റേ കാല് പൊക്കുക, താഴ്ത്തുക. ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ, ഇൻഹേൽ അപ്പ്, എക്സേൽ ഡൗൺ. ഇത് നമ്മുടെ ലോവർ ബാക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നമ്മളുടെ കൈകൾ ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. സ്ട്രെച്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മളുടെ അപ്പർ ബോഡി മാത്രം പൊക്കുകയും താഴ്ത്തുകയും ചെയ്യാം. ഇൻഹേൽ അപ്പ്, exhale down, inhale up, exhale down. ഇനി ഈ കൈ സ്ട്രെച്ച് ചെയ്ത് ഇൻ്റർലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അത് ചെയ്യാൻ പറ്റാത്തവർ ഇതുപോലെ കൈ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ രണ്ടും കാണിച്ചു തരാം. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ഇനി ഈസി ആയിട്ടുള്ള ഓപ്ഷൻ ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. ശേഷം നമ്മൾ വളരെ സാവധാനം കൈകളുടെ സഹായത്തോടു കൂടി നമ്മൾ 4 leg പൊസിഷനിലേക്ക് വന്നതിന് ശേഷം, അതായത് റൈറ്റ് ഹാൻഡ് ഡൗൺ ദ റൈറ്റ് ഷോൾഡർ, ലെഫ്റ്റ് ഹാൻഡ് ഡൗൺ ദ ലെഫ്റ്റ് ഷോൾഡർ.
നമ്മുടെ കാലുകൾ പാകത്തിനകത്തി വെക്കുക. ഒത്തിരി വൈഡ് ആവാൻ പാടില്ല, പിന്നെ ലെഗ് ക്ലോസറും ആവാൻ പാടില്ല. പിന്നെ നമ്മളുടെ ശരീരം ഇതുപോലെ ഒരു ക്യാമൽ ബാക്ക് പോലെ ഇങ്ങനെ കംപ്ലീറ്റ്ലി നമ്മുടെ സ്റ്റൊമക്കിനെ ടക്കിൻ ചെയ്ത് ഉള്ളിലേക്ക് വലിച്ച് നമ്മളുടെ ഈ ബാക്ക് ഇതുപോലെ ചെയ്യുക. ശേഷം ഈ കൈ ഒന്ന് ഫ്ലെക്സ് ചെയ്ത് ക്യാറ്റ് പോസിലേക്ക് വരാൻ ശ്രമിക്കുക. ഇൻഹെയിൽ ചെയ്ത് കംപ്ലീറ്റ്ലി ഹമ്പാക്കി എക്സെയിൽ ചെയ്ത് ക്യാറ്റ് പോസിലേക്ക് വരിക. വൺ മോർ ടൈം. ഇൻഹെയിൽ. അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലെക്സ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഉള്ളിലേക്ക് ചെയ്യുമ്പോൾ ഇൻഹലേഷനും പുറത്തേക്ക് ചെയ്യുമ്പോൾ എക്സലേഷനും. ഇതേപോലെ ഒരു 5 തവണ ചെയ്തതിന് ശേഷം ശശങ്കാസനം. നമ്മൾ ഇതുപോലെ റിലാക്സ് ആയിട്ട് കുറച്ച് നേരം കിടക്കുക. എഴുന്നേറ്റ് നമ്മൾ ലംബാർ ട്വിസ്റ്റ് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യുക. എക്സേൽ ചെയ്തുകൊണ്ട് അപ്പുറത്തെ വശത്തേക്കും ഇതുപോലത്തെ ട്വിസ്റ്റ് ഒരു 6 തവണ ട്വിസ്റ്റ് ചെയ്യുക. പക്ഷെ നമ്മളിത് ചെയ്യുമ്പോൾ ഇതുപോലെ ബാക്കിലേക്ക് ഇങ്ങനെ ഊന്നി ചെയ്യാൻ പാടില്ല. നമ്മൾ സ്പൈൻ വളരെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. ഇപ്പം ഇതുപോലെ മുട്ടിന് വേദനയുള്ളവർക്ക് ഇതുപോലെ ക്രോസ് ലെഗ് പൊസിഷനിൽ ഇങ്ങനെ ചെയ്താലും മതി. ഇങ്ങനെ ചെയ്യാം. ഇതാണ് ഒരു സെറ്റ് ഓഫ് സ്ട്രെങ്തനിങ് എക്സസൈസ് എന്ന് പറയും. ഇത് വളരെ ക്രോണിക് ആയിട്ടുള്ള ഒരു ബാക്ക് പെയിനിലൂടെ പോകുന്നവർക്ക് ഇപ്പോൾ ഈ ഒരു സെറ്റ് ഒഴിവാക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞ ഫസ്റ്റ് ഓപ്ഷൻ ചെയ്യുക. പിന്നെ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള 2 ഓപ്ഷൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇത് ബെഡിൽ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ. ഇനി മൂന്നാമത്തെ ഒരു സെറ്റ് ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മളുടെ നെർവിൽ വരുന്ന കുറച്ചൊരു പ്രഷറോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ റിലീസ് ചെയ്യാൻ പറ്റിയ ലൈൻ ഡൗൺ എക്സസൈസിലേക്ക് നമുക്ക് കിടക്കാം. ലൈൻ ഡൗൺ എക്സസൈസിൽ നമ്മൾ ഇതുപോലെ കാലുകൾ വളരെ ജെൻറ്റിലായിട്ട് ഇതുപോലെ വയ്ക്കുക. ശേഷം നമ്മൾ ഒരു കാലെടുത്ത് ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. മറ്റേ കാലും ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ശേഷം നമ്മളുടെ 2 കാലും ഇതുപോലെ സ്ട്രെച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ വളരെ ജെൻറ്റിലായിട്ട് ഇതുപോലെ നമ്മളൊന്ന് മസാജ് ചെയ്യുക. നമ്മുടെ സ്പൈൻ മസിൽസിനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി പറയുന്ന ഒരു പൊസിഷനാണ് സേതുബന്ധാസന അല്ലെങ്കിൽ ബ്രിഡ്ജ് പോസ്. അതായത് കൈകൾ നമ്മൾ സൈഡായിട്ട് വച്ചിട്ട് നമ്മളുടെ ഹിപ്പ് മാത്രം ഇങ്ങനെ ഒന്ന് ഇത് ഒത്തിരി ഇങ്ങനെ ആർച്ചിങ് ചെയ്യണ്ട. ബാക്ക് പെയിൻ ഉള്ളവർക്ക് ഈസി ആയിട്ടുള്ള ഓപ്ഷനാണ് ഈ ഒരു ജസ്റ്റ് സ്ലൈറ്റ്. അതായത് നമ്മളുടെ ബോഡി ഇങ്ങനെ ഒരു ഇൻക്ലൈൻഡ് ആംഗിളിൽ വരുമോയെന്ന് നമ്മൾ നോക്കുക. അതിനുശേഷം നമ്മൾ വളരെ സാവധാനം എക്സെയിൽ ചെയ്ത് താഴത്തേക്ക് വരിക. വീണ്ടും ഇൻഹേൽ. ഇത്രയും മതി. എക്സെയിൽ. ഈ ഹിപ്പിനെ ഒന്ന് പൊക്കുക, താഴ്ത്തുക. അത്രയും. ഇൻഹേൽ ആൻഡ് എക്സെയിൽ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സയാറ്റിക്കയുടെ ടെക്നിക്ക് അല്ലെങ്കിൽ ആ നെർവിൻ്റെ ആ ഒരു കംപ്രഷൻ നമുക്ക് ഡീകംപ്രസ് ചെയ്യാനായിട്ട് നമ്മുടെ കാലിനെ ഇതുപോലെ വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു കാല് ഏതാണോ പൊക്കി വെച്ചിരിക്കുന്ന കാല് അതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇത്, നമ്മുടെ ഈ കാലുണ്ടല്ലോ, തറയിൽ വെച്ചിരിക്കുന്ന ഈ കാലിനെ നമ്മൾ ഇതുപോലെ ഒന്ന് പൊക്കിയെടുത്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു വേദന അനുഭവപ്പെടും. ആ വേദന എന്ന് പറയുന്നത് ബാക്ക് പെയിനുമായിട്ട് ബന്ധപ്പെട്ടതല്ല, നിങ്ങൾ ഈ മസിൽസിനെ ഉപയോഗിക്കാത്തതുകൊണ്ടുള്ള വേദനയാണ്. പക്ഷേ ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നെർവിനെ ശരിക്കും ഡീകംപ്രസ് ചെയ്യുകയാണ്. അതായത് അതിനെ ഒന്നുകൂടി ഈസി ആക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ ചെയ്യാം. ശേഷം ഈ കാല് വെച്ചിട്ട് മറ്റേ കാല് ഇതുപോലെ പൊക്കി വയ്ക്കുക. ഇതിനെ ഒന്നിങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക, ഒന്ന് പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം ഈ കാലിനെയാണ് നമ്മൾ പൊക്കേണ്ടത്. അപ്പോൾ ഈ കാലിനെ പൊക്കുമ്പോൾ
വളരെ സാവധാനം ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള നെർവിൻ്റെ ആ ഒരു പാത്ത്, ആ ഒരു വഴി നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സുഖമായിരിക്കും. നിങ്ങൾക്ക് ബാക്ക് പെയിൻ്റെ ആ ഒരു വേദന റേഡിയേറ്റ് ചെയ്ത് വരുന്ന ഈ കാലിലേക്ക് റേഡിയേറ്റ് ചെയ്ത് വരുന്ന ആ വേദന പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിലാക്സ്ഡ് ആവുകയും ചെയ്യും. ഇനി നമുക്ക് ഇരുന്നു കൊണ്ടുള്ള സയാട്ടിക്കയുടെ ഒരു പൊസിഷനിലേക്ക് കിടക്കാം. നമുക്ക് സയാട്ടിക്ക പെയിൻ്റെ വേറൊരു ടെക്നിക്കും കൂടി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു, ആസ് എ തേർഡ് സ്റ്റെപ്പായിട്ട്. അപ്പോൾ ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നെർവിൻ്റെ സയാട്ടിക് നെർവിൻ്റെ ആ ഒരു വേദന വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വേദന ഇങ്ങനെ വന്ന് കാലിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന ഒരു വേദനയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കംപ്രഷൻ വരുമ്പോഴാണ് ആക്ച്വലി ഈ വേദന വരുന്നത്. അപ്പോൾ അതിനെ ആ ഒരു കംപ്രഷനെ നമ്മൾ ഒഴിവാക്കാൻ നമ്മൾ നേരത്തെ ലാസ്റ്റ് നമ്മൾ ഒരു ലൈങ് ഡൗൺ പൊസിഷനിൽ ഞാനൊരു ഡീകംപ്രഷൻ മെത്തേഡ് ഞാൻ കാണിച്ചു. അതേപോലെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇരുന്നു കൊണ്ടുള്ള, അതായത് നിങ്ങൾ ഒരു സയാട്ടിക്കയുടെ ഒരു പ്രശ്നമുള്ളവരാണെങ്കിൽ നിങ്ങൾ ജോലി സ്ഥലത്തും ഒക്കെ നിങ്ങൾക്ക് പോയി കിടന്ന് ചെയ്യാൻ സാധിക്കില്ല. അപ്പം നിങ്ങളൊരു ദിവസത്തിൽ ഒരു 5-6 തവണയെങ്കിലും ഈ ഇരുന്നു കൊണ്ടുള്ള ഈ ഒരു പൊസിഷൻ ശീലമാക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ലാതെ നിങ്ങൾക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്താം. ഒരു കാല് മറ്റൊരു കാലിൻ്റെ മുകളിലായി കയറ്റി വെച്ചിട്ട് ഈ കാലിനെ ശരിക്കും നന്നായിട്ട് താഴ്ത്തി ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമ്മളുടെ ആ ഒരു പാത്ത് വളരെ ക്ലിയർ ആവും. ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ ഒരു ആഴ്ച നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സയാട്ടിക്കയിൽ കാര്യമായ വ്യത്യാസം നിങ്ങൾക്ക് അനുഭവപ്പെടും. അതായത് ഒരു 50% നിങ്ങൾക്കതിനെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഹിപ്പിനെ ഒന്ന് ഓപ്പൺ ആക്കി എടുക്കുക. ഈ ഹിപ്പ് കംപ്ലീറ്റ്ലി ഒരു ജാമായി കോൺട്രാക്റ്റഡ് ആവുമ്പോഴാണ് ശരിക്കും യൂഷ്വലി നമുക്ക് ബാക്ക് പെയിൻ വരുന്നത്. ഇനി ബാക്ക് പെയിനിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു ഇത് തന്നെ നിങ്ങൾക്ക് എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കൺഫ്യൂസ്ഡ് ആവും. ഇനി പോസ്റ്റർ കറക്ഷൻ ഉണ്ട്, സ്പൈനിനെ എങ്ങനെ നന്നായിട്ട് അലൈൻ ചെയ്ത് വെക്കാം, അതുപോലെ തന്നെ ഡയറ്റ് നമ്മൾ നന്നായിട്ട് നോക്കേണ്ട കുറേ കാര്യങ്ങൾ ഇനിയുമുണ്ട് പറയാനായിട്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതുവരെ നിങ്ങളിതെല്ലാം പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും കാണാം.